പ്രിയപ്പെട്ടവരെ, ഈ വരുന്ന ലോഗോസ് പരീക്ഷയിൽ നല്ല മാർക്ക് നേടാൻ നിങ്ങൾക്കിതാ ഒരു സുവർണ അവസരം. ഇനി നമ്മൾക്ക് 47 ദിവസങ്ങൾ മാത്രം, 35 അധ്യായങ്ങൾ. നല്ല മാർക്ക് നേടാനുള്ള ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള വീഡിയോയാണ് തയ്യാറാക്കിയിരിക്കുന്നത്. ഓരോ പുസ്തകങ്ങൾ കഴിയുമ്പോഴും മോക്ക് ടെസ്റ്റുകൾ ഉണ്ടായിരിക്കും. പൗലോസ് ലീഹ ഗലാത്യക്കാർക്ക് എഴുതിയ ലേഖനത്തിൻ്റെ ആമുഖത്തിൽ നിന്നുള്ള 20 ചോദ്യങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ചോദ്യം 1: ഏഷ്യ മൈനർ ഏത് രാജ്യത്തിൻ്റെ ഭാഗമായിരുന്നു? ആൻസർ: ആധുനിക തുർക്കി. ചോദ്യം 2: ഗലാത്യ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ആൻസർ: ആധുനിക തുർക്കിയുടെ ഒരു ഭാഗമായ ഏഷ്യ മൈനറിൽ. ചോദ്യം 3: ഗലാത്യ ഏത് സാമ്രാജ്യത്തിൻ്റെ പ്രവിശ്യയായിരുന്നു? ആൻസർ: റോമ. ചോദ്യം 4: വിശുദ്ധ പൗലോസ് തൻ്റെ എത്രാമത്തെ പ്രേക്ഷിത യാത്രയിലാണ് ഗലാത്യയിൽ സഭ സ്ഥാപിച്ചത്? ആൻസർ: 2-ാം പ്രേക്ഷിത യാത്രയിൽ. ചോദ്യം 5: വിശുദ്ധ പൗലോസ് തൻ്റെ എത്രാമത്തെ പ്രേക്ഷിത യാത്രയ്ക്ക് ശേഷമാണ് ഗലാത്യയിലെ സഭയിലേക്ക് ലേഖനം എഴുതിയത്? ആൻസർ: 3-ാമത്തെ. ചോദ്യം 6: പൗലോസ് ലീഹ എവിടെ വെച്ചാണ് ഗലാത്യക്കാർക്കുള്ള ലേഖനം എഴുതിയത്? ആൻസർ: എഫേസൂസിലോ മക്കദോനിയയിലോ വെച്ച്. ചോദ്യം 7: പൗലോസ് ലീഹ ഈ ലേഖനം എഴുതിയത് ഏകദേശം ഏത് കാലഘട്ടത്തിലാണ്? ആൻസർ: AD 53-നും 58-നും ഇടയ്ക്ക്. ചോദ്യം 8: ഗലാത്യയിലെ സഭ ആരു മാത്രം അടങ്ങിയതായിരുന്നു? ആൻസർ: യഹൂദേതര ക്രിസ്ത്യാനികൾ. ചോദ്യം 9: വിജാതീയ ക്രിസ്ത്യാനികളാകാൻ യഹൂദാചാരങ്ങൾ പാലിക്കണമെന്ന് നിർബന്ധിച്ചതാര്? ആൻസർ: യഹൂദ ക്രിസ്ത്യാനികൾ. ചോദ്യം 10: പൗലോസ് ലീഹ ഗലാത്യ വിട്ടതിന് ശേഷം അബദ്ധപ്രബോധനങ്ങൾ വഴി ആ സഭയിൽ ആശയക്കുഴപ്പം സൃഷ്ടിച്ചതാര്? ആൻസർ: യഹൂദ ക്രിസ്ത്യാനികൾ. ചോദ്യം 11: ഒരാൾ ക്രിസ്ത്യാനിയാകണമെങ്കിൽ എന്തനുസരിക്കണമെന്നാണ് യഹൂദ ക്രിസ്ത്യാനികൾ പറഞ്ഞത്? ആൻസർ: മോശയുടെ നിയമങ്ങൾ. ചോദ്യം 12: വിശുദ്ധ പൗലോസ് ആർക്ക് വേണ്ടി സുവിശേഷത്തെ ലാഘവപ്പെടുത്തിയെന്നാണ് യഹൂദ ആചാരവാദികൾ വാദിച്ചത്? ആൻസർ: വിജാതീയ ക്രിസ്ത്യാനികൾക്കു വേണ്ടി. ചോദ്യം 13: എന്തുമൂലമാണ് മനുഷ്യൻ ദൈവത്തിനു മുമ്പിൽ നീതിമാനായി പരിഗണിക്കപ്പെടുക എന്നാണ് പൗലോസ് ലീഹ പറയുന്നത്? ആൻസർ: വിശ്വാസം മൂലം. ചോദ്യം 14: എന്തുമൂലമല്ല മനുഷ്യൻ ദൈവത്തിനു മുമ്പിൽ നീതിമാനായി പരിഗണിക്കപ്പെടുക എന്നാണ് പൗലോസ് ലീഹ ലേഖനത്തിലൂടെ പറയുന്നത്? ആൻസർ: നിയമാനുഷ്ഠാനം. ചോദ്യം 15: ആരോട് വിധേയപ്പെട്ട് ജീവിക്കാനാണ് പൗലോസ് ലീഹ ഓർമ്മിപ്പിക്കുന്നത്? ആൻസർ: പരിശുദ്ധാത്മാവിനോട്. ചോദ്യം 16: എന്ത് കാത്തു സൂക്ഷിക്കാനാണ് പൗലോസ് ലീഹ ഓർമ്മിപ്പിക്കുന്നത്? ആൻസർ: ദൈവത്തിൻ്റെ കൃപാവരങ്ങൾ. ചോദ്യം 17: വിശ്വാസം മൂലമുള്ള നീതീകരണത്തിന് മാതൃകയായി പൗലോസ് ലീഹ ആരെയാണ് ചൂണ്ടിക്കാണിക്കുന്നത്? ആൻസർ: അബ്രഹാം. ചോദ്യം 18: നിയമത്തിൻ്റെ ആധിപത്യം അവസാനിച്ചതോടെ വിശ്വാസികൾക്ക് ലഭിച്ച ഫലം എന്ത്? ആൻസർ: പുത്രത്വ സ്വാതന്ത്ര്യം. ചോദ്യം 19: ഗലാത്യക്കാർക്കുള്ള ലേഖനത്തിൻ്റെ ആദ്യ ഭാഗത്ത് പൗലോസ് എന്താണ് നിരത്തുന്നത്? ആൻസർ: തൻ്റെ അപ്പസ്തോല അധികാരത്തിൻ്റെ തെളിവുകൾ. ചോദ്യം 20: എന്ത് ധരിച്ച് പിശാചിനും അന്ധകാര ശക്തികൾക്കുമെതിരെ യുദ്ധം ചെയ്യാനാണ് പൗലോസ് ലീഹ ഉദ്ബോധിപ്പിക്കുന്നത്? ആൻസർ: ദൈവത്തിൻ്റെ ആയുധങ്ങൾ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.